ശ്രീരാമകഥാസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. ശ്രീരാമ കഥാസാഗരം. ഹരിശ്രീ ഗണപതേ നമ. അഭിങ്ദമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ. ശ്രീരാമ കഥാസാഗരം. വജ്രമേറ്റിട്ടും മമ വന്നീല മരണം അതബ്ജസംധവൻ മമ തന്നൊരു വരത്തിനാൽ വദ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മമൊരു യോജനായുധങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ചക്രാത്മജാൽ സത്യസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ നിവൃത്തിച്ചേനെത്രാളും. ഉത്തമോത്തമാരഘു നായകാദയാനിതേ വന്യം ജലിപ്പിച്ചു ദേഹവും ദീപിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വീതിഗോത്രനെ ജലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവ കപന്തദേഹം ദൈവിച്ച നേരം തദ്ദേഹത്തിൻ്റെ നിന്നു ഉത്തിതനായി കാണായി. ദിവ്യ വിഗ്രഹത്തോടു മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മുന്നുര ചെയ്തു കൂപ്പി തൊഴുതു നിന്നു. പിന്നെ മാന്യനാംഗന്ധർവനും ആനന്ദ വിവചനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതെല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കേണം. അന്ധകാരങ്ങളകൻ ആനന്ദമുദിക്കേണം. ബന്ധവും മറ്റു മോക്ഷ പ്രാപ്തിയും അരുളേണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഉദ്ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂഹമേകം അന്യൽസകലം ദൃശ്യം ജഡം ഗൃഹാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം മങ്ങിയിടാതൊരു പരമാത്മാനം പരബ്രഹ്മം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷാഖ്യേ ലോക മഹാജ്ഞാനമോഹവശാൽ ആരോപിക്കട്ടുള്ളൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യ മധുവിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാവിഷയമായൊന്നു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വ ആദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. തന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർട്ടികൾ മഹാതലം
നാദതേ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തമ വിതല മതലവും ജഗനം മഹീതലം നാവിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥല ആയതൂ സുരലോകം കണ്ഡദേശം ദേ മഹർ ലോകമെന്നറിയണം തുണ്ടമായതൂ ജന ലോകമെന്നതൂ നൂനം ശങ്കദേശം ദേ തപോ ലോകമങ്ങതിന്മീതേ പങ്കജയോനിവാസ മാകിയ സത്യലോകം ഉത്തമാംഗന്തേ പുരുഷോത്തമാ ജഗൽ പ്രഭോ സപ്താമാത്രക മകജാലങ്ങൾ കേശങ്ങളും ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദേ ദിക്കുകൾ കർണങ്ങളും മഷികൾ നാസികയും വ്യക്തമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസായതു ചന്ദ്രനല്ലോ ഭൂഭ്രംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദ്രഷ്ടങ്ങൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം തിജ പങ്ക്തികളല്ലോ ആസമായതു മോഹ കാരിണീ മഹാമായ വാസനാ സൃഷ്ടിസ്തവ അപാംഗ മോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പുഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്താസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസ ഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യോഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ദക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം പുഷ്ടമാം മഹിത്മത്തെ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടോ മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീത് രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമതിൽക്കാളും മുഖ്യമായിരിപ്പോന്നി ദിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം തപസ വേഷം തര വല്ലഭം ശാന്താകാരം ചാപേഷൂകരം ജഡ വൽക്കല വിഭൂഷണം കാനനെ വിജിന്നന്തം ജാനകീം സലക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മനസേ പതിപ്പതീനായലം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവാൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യൻ പരമേശ്വരിയോടുകൂടി നിന്തിരുവഴിയെയും ധ്യാനിച്ചു കൊണ്ടു കാച്ചാം സന്തതമിരുന്നളിടിരുന്നു മുഖ്യാർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധനാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ബൗദ്ധത്തെ എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മായാമോഹാന്തകാരേ രാമഭദ്രായ പരമാത്മനെ നമോ നമ രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദ രൂപ പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം നിത്യമർത്തിച്ചു ഭക്ത്യ സ്തുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനൂമരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചയ ഭക്ത്യ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീതരഗമ്യം പര ആനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താളിടോ അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതും ഭക്തനാം നിനക്കഥപ്പതനമിനി വരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ മുമ്പിലം മാറുകാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്സിനി തൽപാദവും ഭുജഭക്തി കൊണ്ടേറ്റം പവിത്രയായി
എപ്പോഴും ഭഗവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബര്യാശ്രമപ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമകം ബുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്തായ താപസി ഭക്തിയ സമ്പതിച്ചിതു പാദാംബോരുഹ യുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടും അവൾ ആനന്ദം ഉൾക്കൊണ്ടു പദാസനാദികളാലേ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു മൂല ഫലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ തന്നെയായി വന്നേനഹ ഇന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേക ആയിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാറവർകളും. എന്നോട് ചൊന്നാരവർ ഏതുമേകേതിയാതെ ധന്യേ നീ വധിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസപദാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും അവിടേക്കു രാഘവൻ എന്നാലവൻ വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരു ഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീന ജാതിയിലുള്ള മൂഢ ഞാനിതീനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കലിണകൂപ്പി സ്തുതിച്ചു ക്ലുവാനുമി മുൾക്കമേലത്തലറിപ്പോകാനിതേ. രാഘവൻ അതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾക്ക് നീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനും ഇല്ല മറ്റേതുമൊന്നും. തീർത്ഥാസ്നാനാദി തപോ ദാനവേദാധ്യയന ക്ഷേത്രോപവാസയാഗ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം, മൂന്നാമതും മൽഗുണേരണം, പിന്നെ മദ്വജോ വാക്യാദൃത്തം മൽക്കലാജാത പര്യോ ഉപാസന മഞ്ചാവതും പുണ്യശീലത്വം യമിനി ആദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസക്തം ഏഴാമതെട്ടാമതും മംഗലേശീലെ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കുകയും മത്തത്ത് വിചാരം കേൾ. ഒമ്പതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂല മതിസാധനം നൂനം. ഉക്തമായതു ഭക്തി സാധനം നവവിധ ഉത്തമേ ഭക്തി നിത്യ മാർക്കുള്ളൂ വിചാരിച്ചാൽ. തിരിയോ നിജങ്ങൾക്കെന്നാകിലും മുടന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യ ഉത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ
ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തപോധനേ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേനവാ നീതാ സീത മൽപ്രിയ മനോഹരി. രാഘവ വാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകുലുമാറാതരാൽ ഉര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവാൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർ മകളെ ഞാൻ. മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരത്തിനെ കാണാം തൽപുരോഭാഗേ. പശ്യപർവ്വതവര വൃക്ഷമൂകാക്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോട് ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിതേ. ശബരിമുക്തി ഭക്തി പൂണ്ടിത്ത മുക്ത ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതുകാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നി ലത്തിയിടും മുക്തി നീച ജാതികൾക്കെന്നാകിലും. പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നു മില്ലെന്നു ധരിക്കേണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപദാംബോജം സേവിച്ചു കൊൽക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാനാദി കർമ്മങ്ങളും ദൂരത്തം ത്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊൽക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായ ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതത്താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുൾ എന്നിരുന്നരുളിനാൾ. അധ്യാത്മരാമനും ഉമാ മഹേശ്വര സംവാദത്തിൽ 6 കാണ്ഡം സമാപ്തം. കിഷ്കിന്ധാകാന്ഡം പമ്പാദർശനം. ശാരിക പൈതലെ ചാരുചീലെ പരികാരോമലെ കഥ ശേഷവും ചൊല്ലു നീ. ചൊല്ലുവിനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും. പമ്പാരസസ്ഥലം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. കോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. ഉത്ഫുല്ല പത്മ കൽഹാര കുമുദ നീലോൽപല മണ്ഡിതം ഹംസകാരണ്ടവ ഷഡ്പദ കോകില കുക്കുട കോയിഷ്ടി സർപ്പസിംഹ വ്യാക്ര സൂകര സേവിതം. പുഷ്പലതാ പരിവേഷ്ടിത പാദവ സൽഫല സേവിതം സന്തുഷ്ടജന്തുകം. കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടി ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാൾ. കാലേ വസന്തേ ശുചീതലേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും ഇഷ്യമുഖാദ്രിപ്രവർത്തരെ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരാഗം പറഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറയുകയും. ആദി കലർന്നു നടക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുത്തുംഗമായ ശൈലാഗ്രമേറിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിടിനാൻ. ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയോ എന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി. വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ. താപസ വേഷം ധരിച്ചിരിക്കുന്നതു
ചാപവാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുതുതാ ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപ ഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരുവൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ, അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേരതം ചെയ്യാ മിത്രമെന്നുള്ളതു എന്നോടു ചൊല്ലണം. കർമ്മസാക്ഷിസുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദോംബുജം. കഞ്ചവിലോചനൻ മാരായ വാനര കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകളാത്മാവ സൈവ ശോഭിപ്പിക്കും അർക്കനിശാചരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരൻ നാലോക്യ ചേതസി ബാധി സദൈവമേ. പിശൈക വീരന്മാരായ യുവാക്കളാം അശ്വനീ ദേവകളോ മറ്റതെന്നിയേ. പിശൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാർ ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർമായ മനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയ ഭൂപാര നാശനാർത്ഥം പരിപാലനത്തിനു ഭക്തനാം മഹീതലേ. വന്നുരാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ. കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഉത്യതൗ ലീലയ നിത്യ സ്വതന്ത്രന്മാർ. മുക്തി നൽകും നരനാരായണന്മാരൻ തുൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടിന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യ സഖേ വടൂരൂപീണം ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരൻ വടൂ നിർണയം. മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമൻ എന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്ര തനയനവൻ മമ. സോദരനായ ലക്ഷ്മണൻ കേൾക്കനി ജാതമോദം പരമാർത്ഥം മഹാപദേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താത നിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ. ദണ്ഡകാരണ്യെ പതിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീലവളെ ഒരിടത്തും ഇന്നിക കണ്ടുകിട്ടി നിന്നെ നീയാരെടോ സഖേ. ചൊല്ലിയുടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുപ്പി തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രൂപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലികഭീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനായുള്ള പരിഗ്രഹം തന്നെയും അഗ്രൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. വിഷമുഖാചലം സാങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നെ വൃത്യനായുള്ളൊരു വാനരൻ വായു തനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ. ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. വില ചെയ്യാൻ അതിനാവോളമാച്ചു ഞാൻ ആലമ്പലം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിലെഴുന്നുള്ളൂ ഉത്താകം എല്ലാം മകളും ദയാനിതേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമും വീണം മാറുമാരുതി. പുക മമസ്കന്ധ മേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവ മകലെ കളഞ്ഞാലും. അപ്പോഴും ശബരിതൻ വാക്കുകൾ കേർത്തുകൺ ദുൽപലനേത്രൻ അനുവാദവും ചെയ്തു. സുഗ്രീവസഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലം അമ്മാറെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ. വ്യഗ്രം കളകനി ഭാസ്കര നന്ദന ഭാഗ്യമഹോഭാഗ്യ മോർത്തോളം എത്രയും ഭാസ്കര വംശ സമുഭന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനുജനും കാമധാരാർത്ഥം ഇവിടെ കെഴുന്നെള്ളി. സുഗ്രീവനോട് ഈ വണ്ണം പറഞ്ഞ അദ്രീശ രാഗ്രേ മഹാ തരുച്ഛായാതലേ തഥാ. വിശേക നായകന്മാരാം കുമാരന്മാർ വിശാന്ത ചേതസ നിന്നരുളിടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിടിനാൻ. ഭീതി കളക മിത്രഗോത്രേ വന്നു
ജാതന്മാരായൊരു യോഗേശ്വരന്മാരി രാമലക്ഷ്മണന്മാരെ എഴുന്നള്ളിയ ധാരയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വധിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരപൂർവം മുത്തായ സസംഭ്രമം വിഷ്ടഭനാഥൻ ഇരുന്നളിയുളിരിവാൻ വിഷ്ടാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിലിട്ടാൻ അതു നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനുമുടി ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിടിനാൻ. തുഷ്ടി പൂണ്ട് എല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഗവും. മിത്താത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം മറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാച്ചു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശത്തിനടിയെന്നൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതു ഇതു നിരൂപിച്ചു ഖേദിക്കരുതു ആദികളൊക്കെ അകറ്റുവിൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവീരാ തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാൻ മായി അജലാന്തേ വധിക്കുന്ന കാലമൊരു ദിനം. പുഷ്കര നേത്രയായൊരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനും അതു നേരം അസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞുദീനയായി. രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഉത്തമേയവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശിരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കൊണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ. അർണോജ നേത്രനതെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും ത്വന്യങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാദേ നളിന ദളായതലോചനെ. വിരോധനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആദിപൂർവം തിരുമാറിയിലമുഴ്ത്തിയും. പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മുഖം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയാകിയതുമേ രാവണൻ തന്നെയും മർക്കടശേഷ സഹായേന വൈകാതെ നിഗ്രഹിച്ചമ്പുജ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രബോഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുതൻ വ്യഗ്രിയാകിയതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാച്ചു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രി പദേ വിഭോ. ലക്ഷ്മീണ സുഗ്രീവ വാക്കുകളിങ്ങനെ തച്ചണം കേട്ടു ദശരഥപുത്രനും ദുഃഖമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജലിപ്പിച്ചു ചുവമായി ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയാൽ സഖ്യവും ചെയ്തു പരസ്പരം കാര്യം സിദ്ധിക്കുമെന്നു ഉറച്ചാത്മഖേദം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രമേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ. ബാലി സുഗ്രീവ വിരോധകാരണം. പണ്ടു മായാവി എന്നരുതേ അസുരേശൻ ഉണ്ടായിതു മയൻ തന്നെ പുത്രനായി. യുദ്ധത്തിനാരും ഇല്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരേ. കിഷ്കിന്തിയാം പുരി പുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനു മോടിയെത്തിയിടിനാൻ. ഞാനും അതുകൊണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ പുക്കിതു. വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാനിതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ. നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും. ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. ഇത്തം പറഞ്ഞതിൽ പുക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയതു കാലം 1 മാസം എന്നിട്ടും ആഗതേനായതുമില്ല കപീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ എന്നുള്ളിൽ വന്നു പരിതാപവും. അഗ്രൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ത പുക്കീടിനേൻ. മർക്കട വീരരും ദുഃഖിച്ചതുകാലം.
വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാർ എനിക്കു ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി ബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു പയേന് ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. നീളെ നടന്നുഴന്നിടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ. മൂകാചലെ വന്നിരുന്നിടിനേൻ വിഷാദമോട് ഞാൻ വിശ്വനാഥാവിപോ. മൂടനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ. ഉടരാഗം മമ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. തൽപാദ പങ്കേരു അസ്പർശകാരണോ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. മിത്രാദ്യോഗിതർ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്രകാരുണ്യം കലർന്നു ചൊന്നാൻ തവ. ശത്രുവിനെ കൊന്നു പത്നിയും രാജവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമ ഭാഷിതം കേവലം. ശ്രീരാമ കഥാസാഗരം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാവണ കുംഭകർണവദനം ഏതദ്യ രാമായണം. ശ്രീരാമ കഥാസാഗരം. ശ്രീരാമകഥാസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരിയുഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.